ഒരു പെൺകുട്ടി ഭഗവാൻ ജഗന്നാഥന് രാഖി കെട്ടാൻ ക്ഷേത്രത്തിലെത്തി. പക്ഷേ ആ ക്ഷേത്രവാതിൽ അടഞ്ഞിരുന്നു. എന്നിട്ടും അവൾ രാഖി കെട്ടി സന്തോഷത്തോടെ തിരിച്ചുപോയി. അതെങ്ങനെ സാധിച്ചു? ജഗന്നാഥ ഭഗവാന്റെ അത്ഭുതകരമായ ഒരു കഥ. ഒരിക്കൽ പുരി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് സഹോദരങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ മനസ്സിൽ ഒരു സ്നേഹഭാവമുള്ള സങ്കല്പം വളർന്നു. അവൾ ഭഗവാൻ ജഗന്നാഥനെ ജ്യേഷ്ഠനായി കരുതുകയായിരുന്നു. അവളുടെ ആ മനസ്സിന്റെ നിഷ്കളങ്കതയിൽ അവൾ പലപ്പോഴും ജഗന്നാഥ ഭഗവാനോട് സംസാരിക്കുമായിരുന്നു. അവളുടെ ചെറിയ ലോകത്ത് ജഗന്നാഥ ഭഗവാൻ അവളുടെ കൂടെ ഉണ്ടെന്നും അവളെ കാത്തു രക്ഷിക്കുമെന്നും അവൾ വിശ്വസിച്ചിരുന്നു. ആ സ്നേഹവും വിശ്വാസവും നിറഞ്ഞ് അവൾ ഭഗവാന് കത്തുകൾ എഴുതാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട ജഗന്നാഥ, എനിക്ക് സഹോദരന്മാരില്ല. അങ്ങാണ് എന്റെ ജ്യേഷ്ഠൻ. വരാനിരിക്കുന്ന രക്ഷാബന്ധൻ ദിനത്തിൽ ഞാൻ അങ്ങയ്ക്ക് രാഖി കെട്ടും എന്നവൾ സ്വന്തം കൈപ്പടയിൽ ഓരോ കത്തിലും എഴുതുമായിരുന്നു. ഈ കത്തുകൾ വായിക്കാൻ സാധിച്ച പുരി ക്ഷേത്രത്തിലെ ഒരു സേവകന്റെ ഹൃദയം അവളുടെ നിഷ്കളങ്കത കൊണ്ട് സ്പർശിക്കപ്പെട്ടു. അങ്ങനെ അവളുടെ സ്ഥിരമായ കത്തുകൾ കണ്ട് അദ്ദേഹം അവൾക്ക് മറുപടി അയച്ചു. പുത്രി, രക്ഷാബന്ധൻ ദിനം നീ ക്ഷേത്രത്തിലേക്ക് വരിക. ഞാൻ നിന്നെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നിനക്ക് ഭഗവാന് രാഖിയും കെട്ടാം. അങ്ങനെ ആ ദിവസം വരാൻ ആ പെൺകുട്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നു. രക്ഷാബന്ധൻ ദിനത്തിൽ അവൾ സന്തോഷത്തോടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ആ ദിവസം വളരെ തിരക്കേറിയതായിരുന്നു. അതിനാൽ ക്ഷേത്ര സേവകൻ തന്റെ ക്ഷേത്രത്തിലെ മറ്റുള്ളവരോട് പറഞ്ഞു, ഒരു പെൺകുട്ടി എന്നെ അന്വേഷിച്ചു വരും, അവളെ ഇവിടെ ഇരുത്തണം. എന്നാൽ തിരക്കുകൾക്കിടയിൽ സമയം കടന്നുപോയി. ക്ഷേത്ര സേവകൻ തിരിച്ചു വന്നപ്പോൾ ആ പെൺകുട്ടി വന്നതും കുറച്ചുനേരം കാത്തു നിന്നതും പിന്നീട് തിരിച്ചു പോയതുമാണ് അദ്ദേഹം അറിഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹം ആശങ്കയോടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടി. അദ്ദേഹം കുറച്ചു ദൂരത്ത് തനിച്ച് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി ചോദിച്ചു, പുത്രി, നീയാണോ ജഗന്നാഥന് രാഖി കെട്ടാൻ വന്നത്? നീ തന്നെയല്ലേ ഭഗവാന് കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നത്? അവൾ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, എങ്കിൽ വരൂ, നമുക്ക് അകത്തേക്ക് പോയി ഭഗവാന് രാഖി കെട്ടാം. എന്നാൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അങ്ങുന്നേ, ഞാൻ എന്റെ ജഗന്നാഥന് രാഖി കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ക്ഷേത്രവാതിൽ അടഞ്ഞിരിക്കുമ്പോൾ അതെങ്ങനെ സാധിച്ചു? അവൾ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു വെളുത്ത നിറമുള്ള ജ്യേഷ്ഠൻ അദ്ദേഹം എന്റെ കൈകൾ പിടിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. വരൂ, ജഗന്നാഥന് രാഖി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജഗന്നാഥന്റെ കയ്യിൽ രാഖി കെട്ടി. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ ക്ഷേത്ര സേവകൻ സ്തംഭിച്ചു പോയി. ഇത് പറഞ്ഞുകൊണ്ട് അവൾ നടന്നകന്നു. അവൾ പറഞ്ഞ ആ വെളുത്ത ജ്യേഷ്ഠൻ ഭഗവാൻ ജഗന്നാഥന്റെ ജ്യേഷ്ഠനായ ബലഭദ്രൻ തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഒരു ഭക്തന്റെ നിഷ്കളങ്കമായ വിശ്വാസത്തിന് മുന്നിൽ ജഗന്നാഥൻ എത്തി വഴി കാട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്ഷേത്രവാതിൽ അടഞ്ഞു കിടക്കുമ്പോഴും ആ കുട്ടിയുടെ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ തന്നെ എത്തി സഹായിച്ചു. നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ എപ്പോഴും പ്രസാദിക്കും. ഭക്തി എന്നത് വെറും ആചാരങ്ങളോ മന്ത്രങ്ങളോ മാത്രമല്ല, മറിച്ച് ഒരു കുട്ടിയുടെ മനസ്സിലെ ശുദ്ധമായ സ്നേഹവും വിശ്വാസവുമാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. ലോകം മുഴുവൻ ഭഗവാനെ ഒരു വിഗ്രഹമായി കാണുമ്പോൾ ആ പെൺകുട്ടി തന്റെ സ്വന്തം സഹോദരനായിട്ടാണ് ഭഗവാനെ കണ്ടത്. ആ പവിത്രമായ ബന്ധവും ഉറച്ച വിശ്വാസവുമാണ് അടഞ്ഞുകിടന്ന ക്ഷേത്രവാതിലുകൾ പോലും അവൾക്കായി തുറക്കാൻ കാരണമായത്. നാം ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ ഏത് പ്രതിസന്ധിയിലും വഴികാട്ടാൻ അവിടുന്ന് കൂടെ ഉണ്ടാകും എന്ന വലിയ സത്യമാണ് ഈ കഥ നമുക്ക് നൽകുന്ന പാഠം. ജഗന്നാഥ ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.